നമുക്കിന്നൊരു ബീൻസ് മസാലക്കറി ആയാലോ. നമ്മൾ ബീൻസ് കിട്ടുമ്പോൾ എന്നും തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയോ വെക്കുകയുള്ളൂ. നമുക്കിത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം ബീൻസും ചെറുതായിട്ട് ഞുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിന് അരപ്പ് തയ്യാറാക്കാം. ഒരു 2 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി അല്ലിയാണ്, 4 വെളുത്തുള്ളിയും 1.5 സവോളയും ചേർത്ത് അതിലോട്ട് നമ്മൾ ഒരു കുറച്ച് മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പുതിനയും ചേർക്കാം. അതുകൂടെ ചേർത്ത് പിന്നെ ഒരു 4-5 കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം ഒരു 2-3 തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർക്കണം. നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തു തന്നെയായാലും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. അതിലോട്ട് നമ്മൾ നമ്മുടെ അരപ്പ് പച്ചമണം മാറിയപ്പോഴത്തേക്ക് മസാലകളായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മളിത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസ് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ബീൻസ് ചേർത്ത് നന്നായി ഒരു വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരെ അടിക്ക് പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്തത് മസാലയായിട്ട് നമ്മളിരിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് തൈര് ചേർക്കാം, നമ്മുടെ പുളിക്കനുസരിച്ച്. എനിക്കിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഏറ്റവും ടേസ്റ്റായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്.